ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഫ്ലവർ മേക്കിംഗ് ഐറ്റമാണ്. അതും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഈ കാണിക്കുന്നത് പോലെ ക്രേ പേപ്പറാണ്. എല്ലാ കളറിലെ ക്രേ പേപ്പറും ഉണ്ട്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ആദ്യമേ നമ്മൾ ആ ഒരു ക്രേ പേപ്പർ അതായത് കാണിക്കുന്നത് പോലെ ഇത് 15 റുപ്പീസേ ഉള്ളൂ. എല്ലാ ബുക്ക് സ്റ്റോളിലും കിട്ടുന്ന ഇതുപോലെ മടക്കി ഫോൾഡ് ചെയ്ത് അതിനെ വീണ്ടും നമ്മളൊരു ഒരു എതൾ കട്ട് ചെയ്യണം, ഒരു പെറ്റൽ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെയിം നമ്മൾ ഒരേപോലെ ഇത് കാണിക്കുന്ന പോലെ ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മളൊരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ കാണിക്കുന്നത് പോലെ. വളരെ സിമ്പിളായിട്ട് ഫെവിക്കോൾ മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഇതുപോലെ ഓരോ പെറ്റൽസുകളാക്കി ഇഷ്ടം പോലെ പെറ്റൽസുകളാക്കി നമുക്ക് മടക്കി ചെയ്യുന്നുണ്ട് കിട്ടും. ഇനി അതിൽ യെല്ലോയും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ എൻ്റെ ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ ആദ്യമേ ഞാൻ ഗോൾഡൻ വയർ കമ്പിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയതിന് ശേഷം, ഗ്രീൻ ടേപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി ടൈറ്റായിട്ടിരിക്കും, ഫെവിക്കോൾ വെച്ച് ആ ഒരു യെല്ലോ ഞാൻ കവർ ചെയ്ത് ഇനി അതിന് ചുറ്റും ഞാൻ ബ്ലാക്ക് ചാർട്ട് പേപ്പറും കവർ ചെയ്ത് ഇനി ഫെവിക്കോൾ തേച്ച് ഓരോ എതളുകളായിട്ട് ഈ എതളെന്ന് പറയുന്നത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മുകളിലോട്ട് ഈ കാണിക്കുന്ന കണക്ക് അത് വന്നോളൂ. നല്ല നൈസ്, നല്ല സോഫ്റ്റ്, കാണാൻ നല്ല ഭംഗി. പിങ്ക് കളർ ഇല്ലായിരുന്നു. പിങ്ക് കളറാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്. അപ്പം ബ്ലൂ കളറ് പക്ഷേ എന്നാലും മനോഹരമാക്കി നമുക്ക് കുഞ്ഞു ഫ്ലവർ അതായത് സീനിയ എന്ന് പറയുന്ന ഫ്ലവേഴ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴതെങ്ങും കാണാനുമില്ല. സീഡ്സ് വീണ് ഒരുപാടാവുന്നത്. അത് പല കളറിലാണ്, ഒരേ ഷേപ്പ് തന്നെങ്കിലും പല കളറിൽ ഫ്ലവേഴ്സിലാക്കാം. അപ്പോൾ അത് വെച്ചാണ് ഞാനിത് ഒരുപാട് ഫ്ലവേഴ്സ്. ഇതിപ്പോൾ റെഡ് കളർ, ആ ബ്ലൂ കളർ കംപ്ലീറ്റ് കഴിഞ്ഞ് ആ ചുറ്റും അത് നമ്മൾ ആ ഗ്രീൻ ടേപ്പിൽ നമ്മൾ യെല്ലോ ചുറ്റിയതിന് ശേഷം വേണം ഇത് ഓരോ പെറ്റൽ ഓരോ എതളുകളായിട്ട് അതിന് ചുറ്റും നമ്മൾ വെറുതെ ഫെവിക്കോൾ വെച്ച് നമ്മൾ ചുറ്റി വരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കെട്ടുകയും വേണ്ട, ഫെവിബോണ്ടിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഫെവിബോണ്ട് ചെയ്യാം, പക്ഷേ ഫെവിക്കോളിൽ തന്നെ നല്ല ടൈറ്റായിട്ട് നമുക്ക് ഇതുപോലെ മുകളിലോട്ട് വളച്ചെടുക്കണം. സാധാരണ നമ്മൾ അതിൻ്റെ ബാക്കിലോട്ടല്ലേ ടേൺ ചെയ്യുന്നത്, ഇത് മുകളിലോട്ട്. എങ്കിലേ അതൊരു വിടർന്ന അതിൻ്റേതായ ഒരു ഒറിജിനാലിറ്റിക്ക് നമ്മൾ ഇതുപോലെ മുകളിലോട്ട് അതുപോലെ അങ്ങ് ഇരിക്കും. ക്രേ പേപ്പർ ആയതുകൊണ്ട് അതേപോലെ ഇരിക്കും. ഒരു പിങ്ക് കളറിൻ്റെ ഒരു കുറവുണ്ട്, അതില്ലായിരുന്നു. അപ്പം ഇതുപോലെ എനിക്ക് പിങ്ക് കളറാണ് കുറേ ഇഷ്ടം. പക്ഷേ ആ ഒരു ക്രേ പേപ്പർ തീർന്നു പോയി. ബാക്കിയുള്ള ഇതുപോലെ എന്നാലും യെല്ലോയും വയലറ്റും റെഡ് കളർ എല്ലാ കളറും ഉണ്ട്, ബ്ലൂ കളർ എല്ലാം ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു ഷേപ്പ് ഒരേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് ഇതുപോലെ യെല്ലോ, ബ്ലൂ, വയലറ്റ് ആൻഡ് റെഡ് കളർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് ഒരു കുഞ്ഞൊരു ഫ്ലവർ വേസ് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് വലിയ ചിലവൊന്നും ഉള്ള ഒരു വേസല്ല. ചിലവ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്ത ക്രേ പേപ്പർ എല്ലാ ബുക്ക് സ്റ്റോളുകളിലും കിട്ടും.